ഓം രാഗാതിരോഗാൻ സതതാനുഷക്താൻ നശേഷകായ പ്രസൂധാനശേഷാൽ ഔത്സുഖ്യമോഹ രതിതാൻ ജഘാനാം ദാപൂർവവൈദ്യൈ നമസ്തു തസ്മൈ. എല്ലാ സജ്ജനങ്ങൾക്കും ഔഷധ സാഗരത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾ എന്നും പറയുന്നതനുസരിച്ച് ഇന്ന് നമ്മൾ പറയുന്നത് ഔഷധ കഞ്ഞി അല്ലെങ്കിൽ കർക്കിടക കഞ്ഞിക്കൂട്ട്, ഇതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അതായത് നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി കഴിക്കാൻ വേണ്ടിയാണ് ഔഷധ സാഗരത്തിൽ ഇന്നിത് പറയുന്നത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, ദശപുഷ്പങ്ങളുടെ ചൂർണങ്ങൾ വേണം. അതാണ് ഔഷധക്കൂട്ടായിട്ട് നമ്മൾ അതിന് ചേർക്കേണ്ടതായ മരുന്നായിട്ട് എടുക്കേണ്ടത്. അപ്പം ദശപുഷ്പം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പല പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട്. പൂവാങ്കുറുന്നൽ മുയൽ ചെവിയൻ കറുക കൈയൊന്നിയും നീലപ്പന വിഷ്ണുക്രാന്തി തിരുതാളി ഒഴിഞ്ഞ മുക്കുറ്റിച്ചിറുളയും. ഈ 10 കൂടെ ഉണക്കി പൊടിച്ചെടുത്തതിൻ്റെ ചൂർണമാണ് നമ്മൾ ഏറ്റവും നല്ലതായിട്ട് ഇതിൽ എടുക്കുന്നത്. അതാണ് ഈ ഔഷധക്കൂട്ടിന് അല്ലെങ്കിൽ കർക്കിടക കഞ്ഞിക്ക് പൊടിയായിട്ട് ചേർക്കുന്ന മരുന്നായിട്ട് എടുക്കേണ്ടത്. അതത്രയാണ്. അതിൻ്റെ കൂടെ ത്രികടുക എന്ന് പറയുന്ന ചുക്ക്, മുളക്, തിപ്പലി, ഈ 3 കൂടെ പൊടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ദഹനശക്തിയും ക്ലിയർ ചെയ്യും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അടുത്ത വർഷത്തേക്കുള്ള ശരീരത്തിനുണ്ടാകാവുന്ന ദഹന പ്രക്രിയയെ ക്രമീകരിക്കാനും അതിന് നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിന് പ്രതിരോധശേഷി കിട്ടുന്നതിനും വേണ്ടിയാണ്. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശാളി ഉലുവ. ഇതും ഈ പറഞ്ഞ കണക്കിന് തന്നെ നമുക്ക് അതിൻ്റെ കൂടെ ചേർക്കേണ്ടതാണ്. ആദ്യം നിങ്ങൾ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ അയമോദകം, അതായത് ഒരാൾക്ക് 1 സ്പൂൺ അയമോദകം വെച്ചിട്ടിട്ട് നമുക്ക് തിളപ്പിക്കുന്നതിന് ആവശ്യമായ വെള്ളം വെച്ചിട്ട് അത് തിളപ്പിച്ച് അത് അരിച്ചെടുക്കുക. എന്നിട്ട് ആ വെള്ളത്തിനകത്ത് ഒരാൾക്ക് 1 പിടി ഞവരരി എന്ന കണക്കൂട്ടിൽ അത് വിടുക. എന്നിട്ട് 1 സ്പൂണ് ആശാളിയും അതുപോലെ 1 സ്പൂണ് ഉലുവയും ചേർത്ത് ഇതുമായിട്ട് കഞ്ഞി വെച്ച് അവസാനം ഈ പൊടി, അതായത് ദശപുഷ്പത്തിൻ്റെ പൊടിയും ചേർത്ത് നമുക്ക് ആവശ്യമുള്ള തേങ്ങ ചിരണ്ടി ചേർക്കാം, അല്ലെങ്കിൽ ചിരകി ചേർക്കാം. അതുപോലെ തന്നെ ഉപ്പ് ചേർക്കേണ്ട ഉപ്പ് ചേർക്കാം, മധുരം ചേർക്കും മധുരം. ഇത് ചേർത്ത് വൈകിട്ട് 1 നേരം ആഹാരം കഴിക്കും. ഈ സമയത്ത് നമ്മൾ കഴിയുന്ന മറ്റാഹാരം കഴിക്കാതെ പഥ്യാനുഷ്ഠാനങ്ങളോട്, അതായത് മീനെ, ഇറച്ചി, മുട്ട ഇതൊക്കെ ഒഴിവാക്കിയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കണക്ക് ഗുണം കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്കാകുന്നവർ അത് ചെയ്ത് കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം, നന്ദി.